നല്ല ദൈവത്തെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, ശാലോം ശുശ്രൂഷകനായ ജേക്കബ് മാത്യുവിനോടൊപ്പം ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രിയമുള്ളവരെ, അനുഗ്രഹദായകമായ സ്തുതി ആരാധനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 2 തിരുവചനം നമ്മളിങ്ങനെയാണ് വായിക്കുക. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. വചനം പറയുന്നു, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, നിനക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ ഈ രാത്രിയിൽ ചെയ്യും. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കടന്നു വരിക. ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ, അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്ന ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ, പഠിക്കുവാനായിട്ട് കഴിയുന്ന കാര്യം ഇതാണ്: അവരെല്ലാവരും ആരാധനയുടെ മനുഷ്യന്മാരായിരുന്നു. ആരാധനയുടെ മനുഷ്യന്മാര്, ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യര്, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുകയാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു സംഭവം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോ തൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം മലയിറങ്ങി താഴേക്ക് വരുമ്പോൾ ഒരു പിതാവ് രോഗിയായ തൻ്റെ മകനെയും കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. തൻ്റെ മകനെയും കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ മകനെ സുഖപ്പെടുത്തുവാനായിട്ട് യേശുവിനോട് അപേക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പിതാവ് പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവൻ തൻ്റെ ഏക മകനാണ്. ശൈശവം മുതൽ തന്നെ ഇവൻ രോഗബാധിതനാണ്. പലപ്പോഴും ഈ ദുരാത്മാവ് ഇവനെ പീഡിപ്പിക്കുന്നു. ഇവനെ കൊല്ലുവാനായിട്ട് തീയിലും വെള്ളത്തിലുമൊക്കെ തള്ളിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ മകന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങള്, തന്റെ ജീവിതത്തിന്റെ നാൾവഴികള് കർത്താവിനോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരിക്കലും ഒരു പരാതി പറച്ചിലല്ല, മറിച്ച് തൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ മുൻപില്, ദൈവത്തിൻ്റെ മുൻപില് തുറന്നു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ആരാധന എന്ന് പറയുന്നത് നാം എന്തായിരിക്കുന്നുവോ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുൻപില് തുറന്നു വെക്കുകയാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ജീവിതത്തിന്റെ വളരെ വിഷമം പിടിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നമ്മൾ. കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നമ്മൾ. ഒരുപാട് വേദനകള്, നൊമ്പരങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കാം. ആരാധിക്കുവാനായിട്ട്, കർത്താവിനെ ഒന്ന് മനസ്സു തുറന്ന് വിളിക്കുവാനായിട്ട് കഴിയത്തില്ലാത്ത അവസ്ഥയിലൂടെ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം. എന്തായിരുന്നാലും ആ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കർത്താവിൻ്റെ മുൻപിൽ ഒന്ന് തുറന്നു വെക്കുവാനായിട്ട് കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, അതൊരു ആരാധനയായി കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കുവാനായിട്ട് കഴിയുമ്പോൾ സ്വർഗത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കുന്ന നല്ല കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കുക. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കുക. ഒത്തിരി പ്രാർത്ഥനകൾ, ഒത്തിരി നിയോഗങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഒത്തിരി ആഗ്രഹങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വാക്കുമാറാത്തവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്.
കഴിഞ്ഞ കാലങ്ങളിൽ ഇതേ ആരാധനകളിലൂടെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് മനുഷ്യര് അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഈ രാത്രിയിൽ എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കും. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കും. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ എൻ്റെ ഇന്നലകളെ അറിയുന്ന ഒരു ദൈവമാണ്. ഞാൻ ഇന്നായിരിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാത്ത, ഒരിക്കലും എന്നെ തള്ളിക്കളയാത്ത സൗഖ്യദായകനായ ദൈവം, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, എൻ്റെ വേദനകളിൽ എനിക്ക് കൂട്ടായിരിക്കുന്ന ഒരു ദൈവം, എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം, എൻ്റെ അലച്ചിലുകളെ എണ്ണുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ അടുത്താണ് നമ്മളായിരിക്കുന്നത്. ആ കർത്താവിൻ്റെ അടുത്താണ് നമ്മളായിരിക്കുന്നത്. ആകയാൽ നമ്മുടെ ജീവിതങ്ങളെ ഈ സമയം നമുക്ക് കർത്താവിനായിട്ട് കൊടുക്കാം. ഇതാ ഈ രാത്രിയിൽ അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ പോകുന്നു. അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ പോകുന്നു. ഇരു കരങ്ങളെ നമുക്ക് ദൈവസ്ഥലത്തിലേക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി, ഹൃദയമൊന്ന് തുറന്ന്, അധരമൊന്ന് തുറന്ന് ആ നല്ല കർത്താവിനെ ഒന്ന് വിളിച്ച് ആരാധിക്കുകയാണ്. എല്ലാവരും ചേർന്നൊന്ന് ആരാധിക്കട്ടെ. എല്ലാവരും അധരങ്ങളൊന്ന് തുറക്കട്ടെ. കർത്താവിന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മെ അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കുന്ന സർവശക്തനായ കർത്താവിന്റെ മുൻപിൽ, നമ്മുടെ ജീവിതത്തെ അറിയുന്നവനായ സർവശക്തനായ കർത്താവിന്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഇതാ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം നൽകി വരണമേ. സ്വർഗ്ഗത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ രാത്രിയിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യദായകനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, എല്ലാത്തിനെയും സൃഷ്ടിച്ചുരുവാക്കിയ ദൈവമേ, നിത്യവും ഞങ്ങളെ പരിപാലിക്കുന്നതായ ദൈവമേ, ഞങ്ങൾ ഇന്നുകളെ മനസ്സിലാക്കുന്ന ദൈവമേ, ഞങ്ങളുടെ നാളുകളെ കുറിച്ച് പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്നവനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. എന്നെ സൗഖ്യമാക്കും സൗഖ്യദായകനായ ദൈവം, ആമേൻ, 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 ആമേൻ. എങ്ങും അവനുണ്ട്. ഓ, ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവം എൻ്റെ ദൈവം, അവനാണ് എൻ്റെ ദൈവം. എൻ പിതാവല്ലോ, എന്താനന്ദം. ബോധ്യത്തോടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് പറയാം, ഈ ദൈവം എൻ്റെ ദൈവം, ആ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. എൻ പിതാവല്ലോ, എന്താനന്ദം. കരങ്ങളടിച്ച് ആ സർവശക്തനായ കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ റാഫ ദൈവമാണ്. അവൻ റാഫ യഹോവയാണ്, സൗഖ്യദായകനായ ദൈവം, നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, നിന്നെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം. സന്തോഷത്തോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടി ആരാധിക്കാം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ശക്തമായ കരങ്ങളടിച്ച്. സാധ്യമായി ഒന്നുമില്ല, നിന്റെ ദൈവത്തിന് സാധ്യമായി ഒന്നുമില്ല. ബോധ്യത്തോടെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ, എന്താനന്ദം. ആമേൻ, ആമേൻ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ, എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ
ഇരു കരങ്ങളെ ഉയർത്തി ജീവിതത്തെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കട്ടെ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ ശക്തി കടന്നു വരുന്ന സമയം. പ്രിയമുള്ളവരെ, ജീവിത നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങളടിച്ച് 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 കർത്താവിന്റെ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം. എന്നെ സൗഖ്യമാക്കും വിശ്വാസത്തോടെ അവനുണ്ട്, എന്നും അവനുണ്ട്. ചേർന്ന് എല്ലാവരും സൗഖ്യമാക്കും ആമേൻ, ആമേൻ. യഹോവ അവനെന്റെ ദൈവം, ദൈവമെന്റെ ദൈവം. ബോധ്യത്തോടെ എൻ പിതാവല്ലോ എന്താനന്ദം. ആമേൻ, ആമേൻ. പിതാവേ, ഓ സർവ്വശക്തനായ എന്റെ ദൈവം. എല്ലാവരും ആരാധിക്കട്ടെ. എന്നിൽ അസാധ്യമായൊന്നുമില്ല. വിശ്വാസത്തോടെ ബോധ്യത്തോടെ സർവ്വശക്തനാണല്ലോ എന്റെ ദൈവം. എന്റെ ദൈവം. എന്നിൽ അസാധ്യമായൊന്നുമില്ല. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാ മേഖലകളെയും ഒന്ന് കൊടുക്കുക. അസമാധാനത്തിന്റെ, സന്തോഷമില്ലാത്ത അവസ്ഥകള്, കണ്ണുനീരിന്റെ അവസ്ഥകള് എല്ലാ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ജീവിതത്തിലെ പരാജയത്തിന്റെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുക. നിന്നെ വിജയത്തിലെത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇരു കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കാൻ കഴിയുന്നവൻ, ഞങ്ങളുടെ കണ്ണുനീരിന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുന്നവൻ, ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിൽ ആശ്രയിക്കുന്നു, ഞങ്ങളിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിക്കാം, കരങ്ങളടിച്ച് 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 അവന്റെ നാമത്തെ നമുക്ക് ആരാധിക്കാം. ശാലോം യഹോവ. അവന്റെ സമാധാനം. എന്റെ സമാധാനം. ആമേൻ. നിസ്സി യഹോവ. എന്നെ വിജയിപ്പിക്കുന്നവൻ. എന്റെ ജയക്കൊടിയാ. ചേർന്ന് പാടാം. ആമേൻ, ആമേൻ. സമാധാനം. ഹല്ലേലൂയ. യഹോവ. ഈ ജയക്കൊടിയാ. ദൈവം. ദൈവമെന്റെ ദൈവം. ബോധ്യത്തോടെ പറയാം. എൻ പിതാവല്ലോ എന്താനന്ദം. ഭുവനാനന്ദ ദൈവം. ചേർന്നെല്ലാവരും. സർവശക്തനാണല്ലോ എന്റെ ദൈവം. എന്റെ ദൈവം സർവശക്തൻ. അസാധ്യമായൊന്നുമില്ല. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുന്ന ആമേൻ, ആമേൻ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ. അവൻ മാത്രം. എൻ പിതാവല്ലോ ഓ, എന്താനന്ദം. അവൻ എന്റെ പിതാവാണ്. ആമേൻ, ആമേൻ. കരമുയർത്തി അടിച്ച് എല്ലാവരും സർവശക്തനാണല്ലോ എന്റെ ദൈവം. അവന്റെ നാമത്തെ ആരാധിക്കാം. അസാധ്യമായൊന്നുമില്ല. അവനൊന്നും അസാധ്യമല്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം. എന്റെ ദൈവം സർവശക്തൻ. അസാധ്യമായൊന്നുമില്ല. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം. ആരാധിക്കാം. ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. വിശ്വസിക്കുന്നു. സർവശക്തനാണല്ലോ എന്റെ ദൈവം.
ആമേൻ 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 ആമേൻ. അസാധ്യമായൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, ഈ രാത്രി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു ഞങ്ങളെ ആരാധിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ സമർപ്പിച്ചു ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിച്ചു ഞങ്ങളെ ആരാധിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ പ്രത്യാശയുമായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ ജീവിതത്തിന്റെ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കുക. ലൂക്കോസുവിശേഷം 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവന് വീണ്ടും നിന്റെ ജീവിതത്തെ പണിതുയർത്തുവാൻ കഴിയും. നിന്റെ നിരാശ നിറഞ്ഞ ജീവിതത്തിന്റെ പ്രത്യാശ നൽകുവാൻ അവന് കഴിയും. നിന്റെ കണ്ണുനീരിന്റെ അവസ്ഥകളിൽ സന്തോഷം പകരുവാൻ അവന് കഴിയും. ആ കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ കർത്താവിലാണ് നമ്മൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. അവൻ സർവശക്തനായ ദൈവം. അവൻ സർവശക്തനായ ദൈവം. ഹൃദയത്തിലൊന്ന് ഏറ്റുപാടാം. എൻ്റെ ദൈവം സർവശക്തനാണ്. അവനിൽ ആശ്രയിച്ചുകൊണ്ട് പാടുകയും എൻ പിതാവല്ലോ എന്താനന്ദം. ഒരിക്കലും നിന്നെ കൈവിടാത്ത ഒരു ദൈവം നിനക്കുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, അവൻ എൻ്റെ പിതാവാണ്. എൻ പിതാവല്ലോ എന്താനന്ദം. ആ ഒരു ബോധ്യത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് പാടിയേ. ഈ ദൈവം എൻ്റെ ദൈവം, ആമേൻ. എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, അവനാണ് എൻ്റെ ദൈവം. എൻ പിതാവല്ലോ എന്താനന്ദം.